ഇന്ന് ദേശീയ വായനാ ദിനമാണ്. വായിക്കുന്നത് അറിവ് നേടാനും പുതിയ പുതിയ ലാംഗ്വേജസ് പഠിക്കാനും പുതിയ പുതിയ വേർഡ്സ് പഠിക്കാനും ഒക്കെ ആണെങ്കിലും അതിനും ഉപരി നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യായാമത്തിൽ ഒന്നാണ് വായിക്കുക എന്നത്. വായിക്കുന്നതിലൂടെ ബ്രെയിനിന്റെ വിവിധ ഭാഗങ്ങൾ ആക്ടിവേറ്റ് ആകുകയും ബ്രെയിനിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. അതായത് വായിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ വാക്കുകൾ തിരിച്ചറിയും, ചിലപ്പോൾ പുതിയ ലാംഗ്വേജസ് തിരിച്ചറിയാം, നമുക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് മെച്ചപ്പെടും. വായനയിലൂടെ വിഷ്വലൈസേഷൻ കൂടും, വിവരങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് കൂടും. ഇത്തരത്തിൽ വായന കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കും. ഇത്തരത്തിൽ പല ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ, ഒരു വായനയിലൂടെ ഈ പല ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ബ്രെയിനിന്റെ സിരാവ്യൂഹങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ആകും. അങ്ങനെ ബ്രെയിനിന്റെ പ്രവർത്തനം നന്നായിട്ട് മെച്ചപ്പെടും. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പല ഇൻസിഡൻസും, പല കഥാപാത്രങ്ങളും, പല സ്ഥലങ്ങളും, സമയക്രമം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ച് വേണം ഓരോ പേജും വായിക്കാൻ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബുക്ക് ഫുൾ വായിക്കുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ആ ഒരു മെമ്മറി പവർ വർദ്ധിക്കും. ലോങ് ടേം മെമ്മറി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് വായിക്കുക എന്നത്. വായിക്കുന്നതിലൂടെ അൽഷിമേഴ്സ് പോലുള്ള പല രോഗങ്ങളും തടയാൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാനും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വായന സഹായിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും ഒക്കെ വായന കൊണ്ട് സാധിക്കും. മാത്രമല്ല, കുറച്ച് സമയം ദീർഘനേരം നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. വായന നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. നമുക്കറിയാം, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ പുറം ലോകത്തെ പല ചിന്തകളും മാറി ആ പുസ്തകത്തിലേക്കായിരിക്കും നമ്മുടെ ഫുൾ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷൻസ്, ഇതൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് വായന. അതുപോലെ പലരും രാത്രിയിൽ ഉറക്കം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. മാത്രമല്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ മൊബൈല്, TV, ലാപ്ടോപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ സ്ക്രീനിൽ നിന്നുമുള്ള ഒരു പ്രകാശം നമ്മുടെ ഉറക്കം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ബ്രെയിനിനെ എപ്പോഴും ആക്ടിവേറ്റ് ആക്കി നിർത്താൻ, അല്ലെങ്കിൽ ബ്രെയിനിനെ എപ്പോഴും സജീവമാക്കി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വായന. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വായന കൊണ്ട് സാധിക്കും. നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ആക്ടിവേറ്റ് ആക്കി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വായന. നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് റെഗുലറായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ദിവസേന കുറച്ച് സമയം എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നത്. വായിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള ഒരു ഉന്മേഷത്തിന് സഹായിക്കും. അതുകൊണ്ട് ദിവസേന ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ എങ്കിലും വായിക്കുക.